കർക്കിടകം 1 രാമായണ മാസത്തിന് തുടക്കം. ക്ഷേത്രങ്ങളും വീടുകളും ഇന്നു മുതൽ അടുത്ത ഒരു മാസക്കാലം രാമനാമങ്ങളാൽ മുഖരിതമാകും. പരമേശ്വരമായ ശാപത്തെ കൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരും ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടു കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു. ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്ന് നീ വരത്തേണം. ഈശ്വരനുടെ ശാപം എന്നതോട് കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ടോൻ. അന്നേരം ജനകനും കൗശികനോട് ചെന്നാൻ രാജനന്ദനായ ബാലകല്യകുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദശാരഥി വില്ലുദൂരച്ചിടൽ വലിച്ചൂറിച്ചിടൽ വല്ലവനിവൻ മമ നന്ദനയ്ക്കുന്നു. തോരാമഴ പെയ്യുന്ന കർക്കിടകം. കൃഷി ഉപജീവനമായിരുന്ന മലയാളിക്ക് ഇത് കള്ളക്കർക്കിടവും പഞ്ഞക്കർക്കിടവുമാണ്. ദുരിതവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന കർക്കിടകത്തിന്റെ കാഠിന്യം രാമായണ പാരായണത്തിലൂടെ മറികടക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. സൂര്യൻ കർക്കിടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം. വീടും പരിസരവും വൃത്തിയാക്കി നിലവിളക്ക് തെളിയിച്ച് ദശപുഷ്പം ചൂടി രാമായണ പാരായണം നടത്തുമെന്നതാണ് ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത. ആരോഗ്യ പരിചരണത്തിനും കർക്കിടക മാസത്തിലാണ് തുടക്കം. ആയുർവേദ ചികിത്സയ്ക്കും ഔഷധക്കഞ്ഞി കുടിച്ചുള്ള ആരോഗ്യ സംരക്ഷണത്തിനും കർക്കിടക മാസം തന്നെയാണ് ഉത്തമം.